പള്ളിച്ചട്ടമ്പി. ടൊവിനോ ഒരു സക്സസ്ഫുൾ നടനൊന്നുമല്ല, നല്ല ചലഞ്ചായിട്ടുള്ള റോളുകളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ നമ്മുടെ സിനിമാ ഫീൽഡിൽ കുറച്ച് ആരാധകരെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ടോവിനോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ കുറച്ച് ആക്ഷൻ സീക്വൻസ് ഒക്കെ നന്നായി ചെയ്യുന്ന ഒരു നടനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ വരുന്ന പടങ്ങളൊക്കെ ടൊവിനോനെ ഈ സിനിമാ ഫീൽഡിൽ നിന്ന് ചവിട്ടി പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ ശ്രമഫലമാണ് ഈ ചട്ടമ്പി. ഈ പള്ളിച്ചട്ടമ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂതറ, ഒരു ഊമ്പിയ പടം, ആൾക്കാരെ കാശ് മേടിച്ച് ഊമ്പിച്ച് വിടുന്ന ഒരു പടമാണത്. ഈ കഥയൊക്കെ കേട്ടിട്ട് ഈ ടൊവിനോ എന്ന് പറഞ്ഞ ഈ പ്രാന്തൻ ഇതിന് ഡേറ്റ് കൊടുത്തു, എന്തിന് ഈ പടത്തിൽ അഭിനയിച്ചു? ഉള്ള പേര് കളനയിൽ മിണ്ടാണ്ടിരുന്നോടെ ഒന്നില്ലെങ്കിൽ വല്ല തമിഴിലോ തെലുങ്കിലോ പോയി അഭിനയിക്കുക. ഇങ്ങനെ ഈ മലയാളത്തിൽ വന്ന് ഈ പള്ളിച്ചട്ടമ്പി പോലുള്ള ഒരു കൂതറ സിനിമയിൽ അഭിനയിക്കാണ്ട് നിനക്ക് എന്തിൻ്റെ കേടായിരുന്നു? നിനക്കുണ്ടായിരുന്ന ആരാധകരൊക്കെ ഇവിടുന്ന് തല്ലി ഓടിക്കാനാണോ? ഒരു തൃശ്ശൂർക്കാരൻ എന്ന നിലയിൽ നമുക്കൊരു കുറച്ച് ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ് ടൊവിനോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളപ്പൊക്ക കാലത്തൊക്കെ ഒരുപാട് ഇവിടെ കഷ്ടപ്പെട്ടതും ബുദ്ധിമുട്ടലൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സ്നേഹമൊക്കെ ഉണ്ട്. ആ സ്നേഹം കളയുന്ന രീതിയിലാണ് ഞങ്ങളുടെ കാശ് മേടിച്ച് ഊമ്പിച്ച് വിടുന്ന ഒരു സിനിമയാണ് ഈ പള്ളിച്ചട്ടമ്പി. ദയവീത് നിങ്ങൾ ഈ പൊറോട്ട് നാടകം കാണരുത്, ഇതെനിക്ക് പറയണത്. ഇത്രയും മോശം കഥ, ഇത്രയും മോശം അഭിനയം, ടൊവിനോയ്ക്ക് ഇങ്ങനെ ഇത്രയും മോശമായി അഭിനയിക്കുന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് എനിക്ക് മനസ്സിലാക്കണം. ഈ നടനല്ല, ശരി, സമ്മതിച്ചു. എന്നിരുന്നാലും ഒരു കഥാപാത്രം ഇതുപോലെ നാടകം പോയിട്ട് അഭിനയിക്കാനായിട്ട് ഇപ്പം നിനക്ക് കഴിയുന്നുള്ളത് ഇപ്പം നമ്മൾ മനസ്സിലാക്കി. ഒന്നുമില്ലെങ്കിലേ പിന്നെ വിജയരാഘവുണ്ട്, അതുപോലെ തന്നെ ടി ജി രവിയുണ്ട്, ടൊവിനോ ഉണ്ട്, ബാബുരാജുണ്ട്. ഇവരൊക്കെ ഉണ്ടായിട്ട് ഇവരൊക്കെ വലിയ പക്ക നാടക നടന്മാരായിട്ടാണ് ഇതിൽ വന്ന് അഭിനയിച്ചു പോകുന്നത്. അതും നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു കഥ, അതിൻ്റെ രാഷ്ട്രീയമായിട്ട് കൊലിച്ച് എൻ്റെ പൊന്നേ, ഈ തിയേറ്ററിലിരിക്കുന്ന ആൾക്കാരൊക്കെ എത്ര ക്ഷമയുണ്ടെന്നറിയാം. അപ്പം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് നല്ല ചൂടാണ്, രാത്രിയായാലും ചൂട്, പകലും ചൂട്. അപ്പം നമ്മളെന്ത് ചെയ്യുന്നു? ഇതൊക്കെ സഹിച്ചിരുന്ന് കാണുക. കുറേ ആൾക്കാർ ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത്ര പറയാനുള്ളൂ, വിഷു ആയിട്ട് നമ്മളെ ഉപ്പില്ലാണ്ട് ഓമ്പിച്ചിരിക്കുന്നു നമ്മുടെ സിനിമാക്കാർ. ഇപ്പോൾ നമ്മൾ ഇന്നലെ എന്നെ കണ്ട പടം തന്നെയാണ് നമ്മുടെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ, അതും നമ്മൾ ഉപ്പില്ലാണ്ട് ഓമ്പിച്ച് നമ്മുടെ കാശ് പറ്റിച്ചു. അതിനേക്കാളും വലിയ പറ്റിപ്പായി ഈ ടൊവിനോയുടെ നമ്മുടെ കവലച്ചട്ടമ്പിയ, പള്ളിച്ചട്ടമ്പിയ, എന്ത് ഊമ്പിയ ചട്ടമ്പിയായാലും അതും പറ്റിച്ചു. അങ്ങനെയുള്ള പടങ്ങളാണ് ഇപ്പോൾ വരുന്നത്. ഈ വിഷുവായിട്ട് നമ്മൾ ആകെ കണ്ട് ആസ്വദിച്ച് മതിമറന്ന് ചിരിച്ച ഒരു പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോഹിനിയാട്ടമാണ്. അപ്പോൾ അത് വളരെ ഇഷ്ടപ്പെട്ടു. ഈ ഒരു പടങ്ങളൊക്കെ കാണുന്നതിന് ഭേദം അതന്നെ ഒന്നും കൂടി പോയി കാണാമായിരുന്നു, 1, 2, 3 പ്രാവശ്യം കാണാമായിരുന്നു എന്ന് തോന്നി. അതേപോലെ തന്നെ ഒരു കൂതറ സിനിമയിൽ ഈ ആട് 2, അതേപോലെ തന്നെ അതിനേക്കാളും കൂതറ സിനിമയിൽ ഈ വാഴ. പക്ഷേ ഇതിനൊക്കെ ആൾക്കാർ കയറുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഗത്യന്തരമില്ല. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഒഴിവാണ്, വെക്കേഷൻ പീരീഡാണ്. ഈ സമയത്ത് ഏത് സിനിമ വന്നാലും ആൾക്കാർ കയറി കാണും. ആൾക്കാർക്ക്, പ്രേക്ഷകർക്ക് ഗത്യന്തരമില്ലാണ്ട് കയറി കാണുന്നത് ഇമാതിരിയുള്ള സിനിമകളൊക്കെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്തിട്ടൊരു കാര്യം ചെയ്യുക, നിങ്ങൾ ഈ പള്ളിച്ചട്ടമ്പി ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള സിനിമകളിലേക്ക് അടുത്ത് പോലും നിങ്ങൾ പോകരുത്. ആ കാശുണ്ടെങ്കിൽ ക്രാങ്ങൾക്ക് വല്ല 4 താറാമുട്ട മേടിച്ച് പുഴുങ്ങി കൊടുക്കുക. അപ്പോൾ അതിനുള്ള ഒരു ഗുണം നമുക്ക് കിട്ടും. അത്രയും പോലും വൃത്തികെട്ട സിനിമയാണ് ഇപ്പം ഇന്നലെ ഇറങ്ങിയിട്ടുള്ള, വിഷുവിന് ഇന്നലെ ഇറങ്ങിയിട്ടുള്ള ഈ 2 കൂതറ സിനിമ. നിങ്ങൾ പോയി കാണാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരൊറ്റ പടമുള്ളൂ, അതെന്താണ്? മോഹിനിയാട്ടം. നിങ്ങൾ പോയി കാണും, നമുക്ക് ചിരിക്കാം. 2.5 മണിക്കൂർ ഒരു പ്രേക്ഷകനെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് സിനിമയിൽ നിസ്സാര കാര്യമല്ല. മോഹൻലാലിന് പോലും പറ്റാത്തൊരു കാര്യം അത്. എന്നില്ലെങ്കിൽ പകുതിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൻറ്റിമെൻറ്റ്സ് കയറും, അല്ലെങ്കിൽ തുടക്കത്തിൽ സെൻറ്റിമെൻറ്റ്സ് കയറി പകുതിക്ക് കോമഡി കയറും. ഈ നിലയ്ക്ക് നമ്മൾ സിനിമയുടെ പാറ്റേൺ കിടക്കുന്നത്. പക്ഷേ ഇത് തുടങ്ങി 10 മിനിറ്റിനുള്ളിൽ നമ്മളെ കയ്യിലെടുത്തു, അത് കഴിഞ്ഞ് അവസാനം വരെ നമ്മൾ ചിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ വക കൂതറ സിനിമകളെല്ലാം നിങ്ങൾ എല്ലാം ഒഴിവാക്കിയിട്ട് അതിനൊന്നും കൊണ്ടുപോയി നിങ്ങൾ ഇല്ലാത്ത കാശ് കളയണ്ട. 150 രൂപ 200 രൂപയ്ക്ക് ടിക്കറ്റിന് അതും കൊടുത്ത് നിങ്ങൾ ഇതൊന്നും കാണരുത്. ഇപ്പോൾ സിനിമാക്കാർക്ക് നല്ല പണി കൊടുക്കണം, 8ൻ്റെ പണി കൊടുക്കണം, തിയേറ്ററുകാർക്കും കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ അവർക്ക് ഒന്നരാടം അവർ പൈസ കൂട്ടിക്കൊണ്ടിരിക്കുക. 2D എന്ന് വെച്ചിട്ട് ഒരു 4K കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് 150 രൂപയായി. അപ്പോൾ അത് അവർ നിർത്തണം. 105 രൂപയ്ക്ക് സിനിമ കാണിക്കുന്ന ഒരുപാട് തിയേറ്ററുണ്ട്, അത് തിരഞ്ഞു പോയി നിങ്ങൾ കാണുക. തൃശ്ശൂർ രാഗം പോലും നിങ്ങൾ സിനിമ കാണരുത്. ഒരു ജനകീയ തിയേറ്ററായിരുന്നു രാഗം, അവർ പോലും 150 രൂപയ്ക്ക്. നിങ്ങൾ രവികൃഷ്ണ, രാമദാസ്, അതുപോലെ തന്നെ കൈരളി, അതുപോലെ തന്നെ ഗിരിജ ടാക്കീസ്, തൃശ്ശൂർ സിനിമ കാണുന്നവർ ഇത്രയും തിയേറ്ററുകൾ മാത്രം ചോയ്സ് ചെയ്യുക.
ഇവിടെ കളിക്കുന്ന പടം തന്നെ അവിടെയും കളിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും പള്ളിച്ചട്ടമ്പി എന്ന് പറഞ്ഞുള്ള ഒരു ഊമ്പിയ ചെറ്റ പടം തന്നെ പറയാം. അതുപോലെ തന്നെ ചെറ്റ തരം തന്നെയാണ് ഈ ടോവിനോ ചെയ്തത്. ഇങ്ങനെയുള്ള പടങ്ങളിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കണ്ട് തൊണ്ട തൊടാണ്ട് വിഴുങ്ങുന്നാണ് ഇവൻ വിചാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഈ റിവ്യൂ നമുക്ക് ഇവിടെ നിർത്താം. ഇനിയും പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇപ്പം കൂടി പോകും. അത് വേണ്ട.